ഭവന നിർമ്മാണ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെ അന്തിയുറങ്ങാനിടമില്ലാതെ ഗോത്ര കുടുംബങ്ങൾ ദുരിതത്തിൽ. നൂൽപ്പുഴ പഞ്ചായത്തിലെ കണ്ണങ്കോട് ഞണ്ടൻകൊല്ലി ഉന്നതിയിലെ നിരവധി കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. നിങ്ങൾ മരിച്ചിട്ടാണ് എനിക്ക് വീട് കെട്ടിത്തരുന്നത്. അതിൻ്റെ നിങ്ങൾക്ക് കെട്ടിത്തരണ്ടേ? കെട്ടിത്തരാൻ പറഞ്ഞിട്ട് ഇപ്പൊ ആരും നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് PM ജന്മം പദ്ധതിയിൽ ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് വീട് ലഭിച്ചത്. പഴയ വീടുകൾ പൊളിച്ചുമാറ്റി കരാറുകാരൻ വീട് നിർമ്മാണവും ആരംഭിച്ചു. ചില വീടുകൾ തറയിലൊതുങ്ങി, മറ്റു ചില വീടുകൾ ഭിത്തിയിലും. ഇപ്പോൾ വർഷങ്ങളായി പൂർത്തീകരിക്കാത്ത വീടിന് സമീപം താൽക്കാലിക ഷെഡിൽ കഴിയുകയാണ് ഈ ഗോത്ര കുടുംബങ്ങൾ. 3-4 വർഷമായി ഷെഡിലാണ് കിടക്കുന്നത്. ഷെഡും പോലും ചോരാൻ തുടങ്ങി. അത് ഷെഡിലാണ് കിടക്കുന്നത്. കെട്ടിത്തരാന്ന് പറഞ്ഞിട്ട് എപ്പോൾ കെട്ടിത്തരുന്നത്? പിന്നെ ഈ കാട് മൊത്തം ചുറ്റും കാടായതുകൊണ്ട് ആനയും കടുവൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് അതിനൊക്കെ പേടിയുണ്ട്. അവര് തുടങ്ങണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതുവരെയായിട്ട് തുടങ്ങിയിട്ടില്ല. വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന വനാതിർത്തിയിൽ പ്രാണഭീതിയോടെയാണ് ഈ കുടുംബങ്ങൾ അന്തി ഉറങ്ങുന്നത്. വീട് നിർമ്മാണം പൂർത്തീകരിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് അധികൃതരോട് പലതവണ യാചിച്ച് അപേക്ഷ നൽകിയിട്ടും പരിഹാരമായില്ല. കരാറുകാരനും ഉദ്യോഗസ്ഥരുമായ തർക്കത്തിലാണ് വീട് നിർമ്മാണം നിലച്ചതെന്ന് പറയപ്പെടുന്നു. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഷെഡിലൊക്കെ നല്ല ചോർച്ചയൊക്കെ ഉണ്ടാവും. വെള്ളമൊക്കെ നിറഞ്ഞ് പിന്നെ ആകെ ബുദ്ധിമുട്ടായിരിക്കും. ഈ കൊച്ചു പിള്ളേരൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ അവസ്ഥയാണെങ്കിൽ വീടെന്ന സ്വപ്നം നൽകി എല്ലാ അവകാശങ്ങളും നിഷേധിച്ച മനുഷ്യരോട് കരുണയുമായി ആദിവാസി സംരക്ഷകരും എത്തിയില്ല. നീതി നിഷേധിക്കപ്പെട്ടും അവഗണിക്കപ്പെട്ടും ഒരു ജനത അധികാരികളോട് നിരന്തരം യാചിക്കുകയാണ്. ഈ ദുരിതങ്ങളിൽ നിന്നും ഭീതിയിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്ന്. AP ഷാജി, വയനാട് വിഷൻ, ചീരാൽ.